ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തൊക്കെ മീനുകൾ നമുക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇന്ന് കൂടുതൽ ഐറ്റംസ് ഉണ്ട്. നല്ല നല്ല ഫ്രഷ് മീനുകൾ കിട്ടിയിട്ടുണ്ട്. പുതിയ പുതിയ ഐറ്റംസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ എന്ത് മീനുകളും ഇതിൻ്റെ വിലയും എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വലുപ്പത്തിലുള്ള കിളിമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് കിളിമീനാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. 4-5 എണ്ണം 1 കിലോ വരുന്ന ടൈപ്പാണ്. എന്നിരുന്നാലും വിലയും കുറവുണ്ട്. കിലോ 140 രൂപ കൊടുക്കാൻ പറ്റിയ വലിയ കിളിമീനാണ്. നല്ല ഫ്രഷ് കിളിമീനുമാണ്. അടുത്ത ഐറ്റം വയമ്പ് എന്ന് പറയുന്ന മീനാണ്. ചൂട പോലെ തന്നെ അല്ലെങ്കിൽ കൊഴുവ പോലെ തന്നെയുള്ള മീനാണിത്. നല്ല വലുപ്പത്തിലുള്ള വയമ്പാണ് കിട്ടിയേക്കുന്നത്. ന്യായമായിട്ട് തോരൻ വെക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ പറ്റുന്ന മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറിനുള്ളിലെ ഈ വെളുത്ത ഒരു ഭാഗം നല്ലപോലെ ക്ലീൻ ചെയ്ത് കളയുവാണെങ്കിൽ ഇതിന് ചെറിയൊരു കയ്പ്പ് പോലെയൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഈ വൈറ്റ് ഭാഗം നല്ലപോലെ ക്ലീൻ ചെയ്ത് കളയുകയാണെങ്കിൽ ഇതിൻ്റെ ആ രുചി മാറിക്കിട്ടും. ആ കയ്പ്പ് ചൊവ പോലത്തെ ഇത് മാറിക്കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ്. നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു മീനുമാണ്. ഇത് കഴിച്ചാൽ നല്ല ആരോഗ്യം കിട്ടുന്ന മീനാണ്. നല്ല ഒത്തിരി വിറ്റാമിൻസും ഒക്കെ ഉള്ള മീനുകളാണ്. അടുത്ത നമുക്ക് സിലോപ്പിയ അല്ലെങ്കിൽ തിലാപ്പിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഒരു മീനാണ് സിലോപ്പിയ. സിലോപ്പിയയുടെ ജന്മനാട് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിൽ നിന്ന് ചൈനയിൽ വന്നു, ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു. ഇപ്പോൾ സകലമാന കുളങ്ങളിലും കായലുകളിലും പുഴകളിലും എല്ലാ ഡാമുകളിലും എന്തിനാണ് പറയുന്നത്, വേണേൽ കടൽ വെള്ളത്തിൽ വരെ ജീവിക്കാൻ കഴിവുള്ളൊരു മീനാണ് സിലോപ്പിയ എന്ന് പറയുന്നത്. സിലോപ്പിയ അത്യാവശ്യം ടേസ്റ്റുള്ള മീനാണ്. എന്നിരുന്നാലും ഇതിന് ചെറിയൊരു മണ്ണ് ചുവ അല്ലെങ്കിൽ ചേറിൻ്റെ പോലത്തെ ഒരു ചുവയുള്ള കാരണം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടാറില്ല. എന്നാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ മറ്റേ വാഴയിലിൽ വെച്ച് പൊള്ളിച്ച് കരിമീൻ പൊള്ളിച്ചെടുക്കുന്ന പോലെ പൊള്ളിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. എല്ലാവർക്കും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന മീനാണ്. വില കൊണ്ടും കുറവാണ്. കിലോ 100 രൂപയ്ക്കൊക്കെ മുഴുത്ത മീൻ കിട്ടും. 2-2.5 കിലോ ഒക്കെ വലിപ്പം വരുന്ന സിലോപ്പിയകളും ഉണ്ട്. അത് കട്ട് ചെയ്തെടുക്കൽ ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും നല്ല വലുപ്പത്തിൽ ഉള്ള സിലോപ്പിയായും കിട്ടും. പിന്നെ അടുത്ത ഐറ്റം നമുക്ക് വെള്ള ചൂര കിട്ടിയിട്ടുണ്ട്. നല്ല വൈറ്റ് ചൂരയാണ്. ഫ്രഷ് ചൂരയാണ് കിട്ടിയേക്കുന്നത്. വിലക്കുറവാണ്. കിലോ 160 രൂപ, 150 രൂപയ്ക്കും 1 കിലോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന മീനാണ്. നല്ല ഫ്രഷ് ചൂര 1 കിലോ ടൈപ്പ് സൈസാണ് വരുന്നത്. നല്ല അടിപൊളി മീനാണ്. നല്ല അടിപൊളി മീൻ എന്ന് പറഞ്ഞാൽ വെള്ള കളറായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മീനാണ്. മറ്റേ ബ്ലാക്ക് ചൂരയല്ല, നല്ല വെള്ള കളർ ചൂരയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഐറ്റം ഇതാണ്. തോവാള വറ്റ, തോവാര വറ്റ എന്നൊക്കെ പറയും. വറ്റയുടെ ജനസിൽപ്പെട്ടാണ്. പക്ഷേ വറ്റയുടെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല ഈ മീൻ. എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള മീനാണ്. അയലയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. അയലയൊക്കെ പോലെ തന്നെ കറി വെക്കാൻ പറ്റും, വറുക്കാനും ഫ്രൈ ചെയ്യാനും പറ്റുന്നൊരു മീനാണ്. പിന്നെ ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് വേണം വെക്കാൻ. ഇതിൻ്റെ വാലിൻ്റെ ഇവിടെ ഒരു അരം പോലെയുണ്ട്. അത് കാരണം എല്ലാവർക്കും ഇനി വെട്ടുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ ഇച്ചിരി പാടായിട്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ അത് ഈസി ആയിട്ട് തൊലി അങ്ങ് പൊളിച്ച് കളഞ്ഞാൽ മതി, അതങ്ങ് പൊക്കോളും. നല്ല ഫ്രഷ് മീനുമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള ഐറ്റം തളമീനാണ്. നല്ല ഫ്രഷ് തള, കട്ട തള എന്ന് പറയും, വെള്ളത്തള എന്ന് പറയും. നല്ല പീസാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ മീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.